ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെള്ളരിക്കയും മത്തങ്ങയും അതുപോലെ വാഴക്കയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എല്ലാ കഷ്ണങ്ങളും എടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ അരിഞ്ഞിട്ട് ഒന്നുകൂടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് അതിലേക്ക് കുറച്ച് പരിപ്പ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതും കൂടെ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനി അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ മുളകൊക്കെ അരയ്ക്കുന്നുണ്ട്. കല്ലിലാണ് അരച്ചെടുക്കുന്നത്, അരകല്ലയിൽ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കറണ്ട് പോയി, അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ അടച്ചിട്ട് ശരിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചേക്കുന്നത് തേങ്ങയും ജീരകവും മാത്രമേ അരച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ 2-3 കാന്താരിയും കൂടെ അരയ്ക്കാം കേട്ടോ. നന്നായിട്ട് അത് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കറി ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇനി കറി തിളച്ച് വന്നിട്ട് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. അപ്പോൾ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നപ്പോൾ ഞാൻ കടുകൊക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ നല്ല കുറുകിയ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ വളരെ സിമ്പിളാണ്, നാടനൊരു കറിയാണ്. ഉച്ചയ്ക്കാണേലും രാത്രിക്കാണേലും ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.